Hi all, welcome back to our channel. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സൈക്കസിനെ കുറിച്ചിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ സൈക്കസിന്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം. സൈക്കസ് എന്ന് പറയുന്നത് ഡിവിഷൻ ജിംനോസ്പെർമയാണ്, ക്ലാസ് സൈക്കഡോപ്സിഡയാണ്, ഓർഡർ സൈക്കഡൈൽസ് ആണ്, ഫാമിലി സൈക്കഡേസി ആണ്. സൈക്കസ് എന്ന് പറയുന്നത് ഒരു വൈഡ്ലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ജീനസ് ആണ്. വൈഡ്ലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്, ഈസ്റ്റേൺ ഹെമിസ്ഫിയറിലാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഈസ്റ്റേൺ ഹെമിസ്ഫിയറിലാണ് ഇത്. ട്രോപ്പിക്കൽ ആൻഡ് സബ് ട്രോപ്പിക്കൽ റീജിയനിൽ, വേൾഡിലെ തന്നെ ട്രോപ്പിക്കൽ ആൻഡ് സബ് ട്രോപ്പിക്കൽ റീജിയൻസിലാണ് കൂടുതലായിട്ട് ഇത് ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ളത്. ഏകദേശം ഒരു 25ഓളം സ്പീഷീസ് ഉണ്ട്. മൊത്തം വേൾഡ് വൈഡ് എടുക്കുകയെന്നുണ്ടെങ്കിൽ ഒരു 25ഓളം സ്പീഷീസ് ഉണ്ട് എന്ന് സൈക്കസ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ കോമൺ ആയിട്ട് 6 സ്പീഷീസ് ആണുള്ളത്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ സൈക്കസ് സെർസിനേഴ്സ്, പെക്റ്റിനേറ്റ, റുംബി, ബെഡോമി, റെവലൂട്ട, സയാമെൻസിസ്. ഇതിൽ റെവലൂട്ടും സയാമെൻസിസും ഗാർഡൻസിൽ ഗ്രോ ചെയ്യാറുണ്ട്. സെർസിനേഴ്സും ബെഡോമിയും സൗത്ത് ഇന്ത്യൻ സ്പീഷീസ് ആണ് സൈക്കസിലെ. സൈക്കസ് പ്രധാനമായിട്ടും സീറോഫൈറ്റിക് ആയിട്ടുള്ള ഹാബിറ്റാറ്റ്സിലാണ് കൂടുതൽ കാണപ്പെടുന്നത്. അതായത് ഹിൽസിൻ്റെ സ്ലോപ്പിൽ, സണ്ണി ആയിട്ടുള്ള പ്ലേസിലൊക്കെയാണ്. വെള്ളം കുറവുള്ള സ്ഥലങ്ങളിലാണ് കൂടുതലായിട്ട് സൈക്കസ് കാണുന്നത്. ഇതൊരു ഗാർഡൻ പ്ലാന്റ് ആയിട്ടും വളർത്തുന്നുണ്ട്. ഓക്കെ, ഇനി അതിൻ്റെ എക്സ്റ്റേണൽ മോർഫോളജി നോക്കാം. അപ്പോൾ സൈക്കസ് എന്ന് പറയുന്നത് ഒരു എവർഗ്രീൻ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. സ്ലോ ഗ്രോയിങ് ആണ്. ഇപ്പം നിങ്ങളുടെ ആരെങ്കിലും വീട്ടിൽ സൈക്കസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ മനസ്സിലാവും. ഒരു തൈ മുളച്ച് കഴിഞ്ഞാൽ അത് വളർന്നു വരാൻ ഒരുപാട് ടൈം എടുക്കും. അതൊന്ന് ആ മണ്ണിൻ്റെ അവിടെ നിന്നൊന്ന് പൊന്തി വരണമെങ്കിൽ തന്നെ ഒരുപാട് വർഷങ്ങളെടുക്കും. ലോങ് ലിവിങ് ആയിട്ടുള്ള ഒരു പാം ലൈക്ക് പ്ലാന്റ് ആണ് എന്താ സൈക്കസ് എന്ന് പറയുന്നത്. ഏകദേശം അതിനൊരു 1.5 to 3 മീറ്റർ ഹൈറ്റ് ആണ് വരുന്നത്. ഇതിൻ്റെ പ്ലാന്റ് ബോഡി എന്ന് പറയുന്നത് റൂട്ട്, സ്റ്റെമ്മ്, ലീഫായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി അതിൻ്റെ റൂട്ടിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ടൈപ്പ് റൂട്ടാണ് നോർമലി സൈക്കസിന് കാണുന്നത്. ഒന്ന് നോർമൽ ടാപ്പ് റൂട്ടും പിന്നെ അപ്പോജിയോട്രോപ്പിക് കോറലോയിഡ് റൂട്ടും. കോറലോയിഡ് റൂട്ട് സൈക്കസിൻ്റെ ഒരു സ്പെഷ്യൽ ഫീച്ചറാണ്. ഇതാണ് അതിൻ്റെ ഒരു കോറലോയിഡ് റൂട്ടിൻ്റെ ഒരു പിക്ചർ. ഇത് സ്റ്റെം വിത്ത് ലീഫ് ബേസ്. നമുക്കറിയാം സൈക്കസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ലീഫ് ബേസ് എന്തായിരിക്കും, പെർസിസ്റ്റൻ്റ് ആയിട്ട് ആ ലീഫ് സ്കാറ് ആ ഒരു പ്ലാന്റിൽ നിൽക്കുന്നത് നമുക്ക് കാണാം. ഇനി ടാപ്പ് റൂട്ട് സിസ്റ്റം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൈമറി റൂട്ട് എന്ന് പറയുന്നത് എന്താണ്, ഷോർട്ട് ലിവിങ് ആണ്. പിന്നെ അതെന്താണ്, ടാപ്പ് റൂട്ട് ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഈ ടാപ്പ് റൂട്ട് എന്ന് പറയുന്നത് അഡ്വൻറ്റീഷ്യസ് റൂട്ടായിട്ട് റീപ്ലേസ് ചെയ്യുന്നുണ്ട്. പ്രൈമറി റൂട്ട് എന്ന് പറയുന്നത് തിക്കും അതുപോലെ എന്തായിരിക്കും, ഷോർട്ടും ആയിരിക്കും. പക്ഷേ അതിൻ്റെ ലാറ്ററൽ ബ്രാഞ്ചസ് എന്ന് പറയുന്നത് തിന്നും ലോങ്ങും ആയിരിക്കും. അതിനെയാണ് നമ്മൾ നോർമൽ റൂട്ട്സ് എന്ന് പറയുന്നത്. ഈ റൂട്ടുകൾ എന്ന് പറയുന്നത് പോസിറ്റീവ്ലി ജിയോട്രോപ്പിക് ആണ്. പോസിറ്റീവ്ലി ജിയോട്രോപ്പിക് എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് അനുസരിച്ചിട്ടാണ് എന്ത് വളരുന്നത്, റൂട്ട് വളരുന്നത്. അതിനെയാണ് നമ്മൾ പോസിറ്റീവ്ലി ജിയോട്രോപ്പിക് എന്ന് പറയാം. ഗ്രാവിറ്റേഷന് അനുസരിച്ചിട്ട് വളരുന്നതിന് നമ്മൾ പോസിറ്റീവ്ലി ജിയോട്രോപ്പിക് എന്ന് പറയും. ഇതിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ സാധാരണ റൂട്ടിനുള്ള പോലെ തന്നെ ആങ്കറേജും അതുപോലെ തന്നെ എന്താണ് വാട്ടറും മിനറൽസും അബ്സോർബ് ചെയ്യാനും ആണ് റൂട്ടിൻ്റെ നോർമൽ ഫംഗ്ഷൻ. ഏതൊരു റൂട്ടിൻ്റെയും ഫംഗ്ഷൻ അതാണ്. ഇനി നെക്സ്റ്റ് ആണ് എന്ത്, കോറലോയിഡ് റൂട്ട്. കോറലോയിഡ് റൂട്ടിൻ്റെ പ്രത്യേകത എന്താണ്, അത് നെഗറ്റീവ്ലി ജിയോട്രോപ്പിക് ആണ്. അതായത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് എതിരായിട്ടാണ് എന്ത് വളരുന്നത്, കോറലോയിഡ് റൂട്ട് വളരുന്നത്. അത് വളരുന്നത് സോയിലിൻ്റെ സർഫസിലാണ്. വെർട്ടിക്കലി അപ്വേർഡ് ആയിട്ടാണ് എന്ത് വളരാം, ഈ കോറലോയിഡ് റൂട്ട് വളരാം. ഇതെന്ന് പറയുന്നത് സോയിൽ സർഫസിൻ്റെ പുറത്തേക്ക് വന്നിട്ട് ഡൈക്കോട്ടമസ്ലി ബ്രാഞ്ച് ചെയ്യുന്നുണ്ട്. എന്നിട്ട് കോറൽ ലൈക്ക് മാസ്, അതായത് പവിഴപ്പുറ്റ് പോലത്തെ എന്താണ് ഒരു കോറലൈക്ക് മാസ് ഫോം ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിന് കോറലോയിഡ് റൂട്ട് എന്നുള്ള പേര് വന്നിട്ടുള്ളത്. ഇത് യങ് പ്ലാന്റ്സിൽ ഇത് ഒരുപാട് ന്യൂമറസ് ആയിട്ട് കാണുന്നുണ്ട്. ഈ ഒരു റൂട്ടിൻ്റെ കോർട്ടിക്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെ അനബീന അല്ലെങ്കിൽ മറ്റ് ബ്ലൂ ഗ്രീൻ ആൽഗ കാണാറുണ്ട്. ആ റീജിയനെയാണ് നമ്മൾ ആൽഗൽ സോൺ എന്ന് പറയുന്നത്. ഈ ആൽഗൽ സോണിൻ്റെ എക്സാക്റ്റ് ഫങ്ഷൻ, ഈ ഒരു കോറലോയിഡ് റൂട്ടുമായി ബന്ധപ്പെട്ടിട്ട് ആൽഗയുടെ പ്രസൻസ് എന്ന് പറയുന്നത് എന്താണ് അതിൻ്റെ ആക്ച്വൽ ഫങ്ഷൻ എന്ന് ഇപ്പോഴും അറിയില്ല. മേ ബി അതെന്തായിരിക്കും, നൈട്രജൻ ഫിക്സേഷന് സഹായിക്കാൻ വേണ്ടിയിട്ടായിരിക്കും.
കോർലോയിഡ് റൂട്ടിൽ റെസ്പിറേഷന് വേണ്ടിയിട്ട് എന്തുണ്ട്? ലെൻറ്റിസെൽസ് ഉണ്ട്. ഇനി അടുത്തൊരു ഫീച്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റെം ആണ്. സ്റ്റെം എന്ന് പറയുന്നത് യങ് ആയിട്ടുള്ള സ്റ്റെം ട്യൂബറസ് ആണ്, സബ്ടെറേനിയൻ ആണ്. എപ്പിക്കൽ പാർട്ട് കവർ ചെയ്തുകൊണ്ട് ബ്രൗൺ സ്കെയിൽ ലീവ്സ് ഉണ്ട്. ഓൾഡർ ആയിട്ടുള്ള സ്റ്റെം എന്ന് പറയുന്നത് തിക്ക് ആയിരിക്കും, കൊളംനാർ ആയിരിക്കും, വുഡി ആയിരിക്കും. അതിൻ്റെ ക്രൗൺ എന്ന് പറയുന്നത് പിന്നേറ്റ്ലി കോമ്പൗണ്ട് ആണ്. പിന്നേറ്റ്ലി കോമ്പൗണ്ട് ആയിട്ടുള്ള ലീവ്സ് ഉണ്ടായിരിക്കും അതിൻ്റെ ടോപ്പിൽ, ഓൾഡ് ആയിട്ടുള്ള സ്റ്റെമ്മിൻ്റെ. അതുപോലെ തന്നെ എന്തുണ്ടായിരിക്കും? പെർസിസ്റ്റൻ്റ് ആയിട്ടുള്ള വുഡി ലീഫ് ബേസ് ഉണ്ടായിരിക്കും, അതിനെ കവർ ചെയ്തുകൊണ്ടിട്ട് ലീഫ് ബേസുകൾ ഉണ്ടായിരിക്കും. യൂഷ്വലി സ്റ്റെം എന്ന് പറയുന്നത് ഇപ്പോൾ സൈക്കസിൻ്റെ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യൂഷ്വലി സ്റ്റെം എന്താണ്? അൺബ്രാഞ്ച്ഡ് ആണ്, ഒറ്റത്തടിയായിട്ടാണ് വളരുന്നത്, ബ്രാഞ്ചിങ് കുറവാണ്. പക്ഷെ ചില കേസിൽ എന്തെങ്കിലും ഇഞ്ചുറി ഉണ്ടോ, ഏതെങ്കിലും ഒരു പോർഷൻ കട്ടായിപ്പോയി, ഇപ്പോൾ ക്രൗണ് കട്ടായിപ്പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ട് അവിടെ ഒരു ബ്രാഞ്ചിങ് നടക്കും. അങ്ങനത്തെ കേസിൽ എന്താ വെച്ചാൽ ഷൂട്ട് മെരിസ്റ്റം എന്ന് പറയുന്നത് ഡിവൈഡ് ചെയ്യും 2 പാർട്ടായിട്ട്. എന്നിട്ട് എന്താണ്? ഡൈക്കോട്ടമസ്ലി ബ്രാഞ്ചഡ് ആവാറുണ്ട് ചില സമയങ്ങളിൽ. അതുപോലെ ഇഞ്ചുറി ഒക്കെ നടക്കുമ്പോഴാണ് മെയിനായിട്ട് അങ്ങനെ ബ്രാഞ്ച് ചെയ്യുന്നത്. ഇനി ലീവ്സിൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ലീവ്സ് ഡൈമോർഫിക് ആണ്. ഓക്കെ, ഡൈമോർഫിക് ആയിട്ടുള്ള ലീവ്സ് ആണ്. ഫോളിയേജ് ലീവ്സ് അല്ലെങ്കിൽ അസിമുലേറ്ററി ലീവ്സ് ഉണ്ട്, അതുപോലെ സ്കെയിൽ ലീവ്സ് ഉണ്ട്. ഫോളിയേജ് ലീവ്സ് അല്ലെങ്കിൽ അസിമുലേറ്ററി ലീവ്സ് എന്ന് പറയുന്നത് ലാർജ് ആയിട്ടുള്ള ഗ്രീൻ ആയിട്ടുള്ള പിന്നേറ്റ്ലി കോമ്പൗണ്ട് ആയിട്ടുള്ള ലീവ്സ് ആണ്. ഇത് സ്പൈറലി ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള ലീവ്സ് ആണ്. ഇതാണ് സ്റ്റെമ്മിൻ്റെ ആ ഒരു ക്രൗൺ പോർഷൻ ഫോം ചെയ്യുന്നത്. ഓരോ ലീഫിലും ഒരു 80 to 100 പെയർ ലീഫ്ലെറ്റ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും 2 സൈഡിലും. റാച്ചിൻസിൻ്റെ 2 സൈഡിലുമായിട്ട് ലീവ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. അത് ഒന്നെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ആൾട്ടർനേറ്റ് മാനറിലായിരിക്കും ആ ഒരു ലീഫ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. ലീഫ്ലെറ്റ്സ് പൊതുവേ സെസൈലായിരിക്കും. സെസൈൽ എന്ന് പറഞ്ഞാൽ ലീഫ്ലെറ്റ്സിന് എന്തുണ്ടാവില്ല? ഒരു സ്റ്റോക്ക് ഉണ്ടാവില്ല. ഇതെന്ന് പറഞ്ഞത് ഇലോങ്ങേറ്റഡ് ആയിരിക്കും, അതുപോലെ ഓവേറ്റ് അല്ലെങ്കിൽ ലാൻസുലേറ്റ് ഷേപ്പിലായിരിക്കും ഉണ്ടാവുക. ലീഫ്ലെറ്റിന് ഒരു സിംഗിൾ മിഡ് വെയിൻ ആയിരിക്കും ഉണ്ടാവുക. ലാറ്ററൽ ബ്രാഞ്ചസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലാറ്ററൽ വെയിൻസ് എന്ന് പറയുന്നത് ആബ്സെൻ്റ് ആയിരിക്കും. യങ് ആയിട്ടുള്ള ലീഫിൻ്റെ റാച്ചിൻസിൽ സെർസിനേറ്റ് ആയിട്ടുള്ള വീനേഷൻ കാണിക്കുന്നുണ്ട്. സെർസിനേറ്റ് ആയിരിക്കും, അതായത് കോയിൽഡ് ആയിട്ടുള്ള ലീഫ്ലെറ്റ്സ് ആയിരിക്കും അതിനുണ്ടാവുക. ഫേണിലുള്ള പോലെ, ഫേണിൽ നമ്മളിങ്ങനെ കോയിൽഡ് ആയിട്ടുള്ള യങ് ലീഫ് പൊതുവെ കോയിൽഡ് ആയിരിക്കും. അതുപോലെ ആയിരിക്കും സൈക്കസിൻ്റെ യങ് ലീവ്സ് എന്ന് പറയുന്നത്. യങ് ലീവ്സ് എന്ന് പറയുന്നത് ഡെൻസ്ലി കവേർഡ് വിത്ത് റാമൻറ്റ കവർ ചെയ്തിട്ടുണ്ടായിരിക്കും യങ് ലീവ്സിന്. ഇനി അടുത്തതാണ് എന്ത്? സ്കെയിൽ ലീവ്സ്. നമ്മൾ 2 ടൈപ്പ് ലീഫ് ഉണ്ട് എന്ന് പറഞ്ഞു, ഡൈമോർഫിക് ആണെന്നുള്ള കാര്യം പറഞ്ഞു. അതിൽ സ്കെയിൽ ലീവ്സ് എന്ന് പറയുന്നത് സ്മോൾ ആയിരിക്കും, ഡ്രൈ ആയിരിക്കും, റഫ് ആയിരിക്കും, ട്രയാങ്കുലർ ആയിരിക്കും. അതുപോലെ എന്താണ്? നോൺ ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള ലീവ്സ് ആണ് എന്ത്? സ്കെയിൽ ലീവ്സ് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് തിക്കിലി കവേർഡ് വിത്ത് റാമൻറ്റ തിക്കിലി കവേർഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ എപ്പിക്കൽ മെരിസ്റ്റത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അതുപോലെ ഏരിയൽ പാർട്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഈ ലീഫ് എന്ന് പറയുന്നതിലും എന്താണ്? ഈ ലീഫിൽ എന്തുണ്ടായിരിക്കും? പെർസിസ്റ്റൻ്റ് ആയിട്ടുള്ള ലീഫ് ബേസ് ഉണ്ടായിരിക്കും. അതൊരു ഓൾഡ് സ്റ്റെമ്മിന് ഒരു ആർമറായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോളിയേജ് ലീവ്സും അതുപോലെ തന്നെ സ്കെയിൽ ലീവ്സും അറേഞ്ച് ചെയ്യുന്നത് അടുത്തടുത്തായിട്ടാണ് അറേഞ്ച് ചെയ്യുന്നത്. ആൾട്ടർനേറ്റ് വോൾസിൽ സ്റ്റെമ്മിൻ്റെ അപ്പെക്സിലാണ് അറേഞ്ച് ചെയ്യുന്നത്. നോർമലി ഒരു ഇയറിൽ ഒരൊറ്റ സിംഗിൾ ക്രൗൺ ഓഫ് ലീവ്സേ ഉണ്ടാവാറുള്ളൂ. പക്ഷെ ചില സ്പീഷീസിൽ, അതായത് സർസിനേസിലും റുംഫിയിലൊക്കെ 2 ക്രൗൺ ഉണ്ടായിരിക്കും ഒരു ഇയറിൽ. അപ്പോൾ അത്രയാണ് കോമൺ ആയിട്ടുള്ള എക്സ്റ്റേണൽ ഫീച്ചേഴ്സും കാര്യങ്ങളും പറയാനുള്ളത്. ഇനി ഇൻറ്റേർണൽ സ്ട്രക്ചർ നോക്കാനുണ്ട്. ഇൻറ്റേർണൽ സ്ട്രക്ചർ തന്നെ നമുക്ക് നോർമൽ റൂട്ടിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചർ, കോർലോയിഡ് റൂട്ടിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചർ, പിന്നെ സ്റ്റെമ്മിൻ്റെ സ്ട്രക്ചർ, ലീഫിൻ്റെ, റാച്ചിൻസിൻ്റെ, അങ്ങനെ ഒരുപാട് സ്ട്രക്ചേഴ്സും ഒരുപാട് ഇതിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചേഴ്സ് നമുക്ക് നോക്കാനുണ്ട്. അപ്പോൾ ഇത്ര കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ബാക്കി നമുക്ക് അടുത്ത വീഡിയോസ് ചെയ്യാം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ.